ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഇന്ന് മെയ് 18-ാം തീയതി നമ്മൾ വെള്ളിയാഴ്ച മുതൽ പരിശുദ്ധാത്മാവിൻ്റെ നൊവേന തുടങ്ങി. അപ്പോൾ ഇന്ന് 4-ാം ദിവസം. ഇന്ന് നമ്മൾ 1000 തവണ ചൊല്ലേണ്ട പ്രാർത്ഥന പരിശുദ്ധാത്മാവേ എന്നിൽ വന്ന് നിറയണമേ എന്നതാണ്. നമുക്ക് ശ്രമിക്കാം. ഇത് എല്ലാവരും ചോദിക്കുക, എങ്ങനെയാണ് എണ്ണം വയ്ക്കുക എന്ന്. പ്രിയ കൂട്ടുകാരെ, ഇത് എണ്ണം വെച്ച് ചൊല്ലേണ്ട. പരിശുദ്ധാത്മാവേ എന്നിൽ വന്ന് നിറയണമേ എന്ന് തുടർച്ചയായി നമ്മൾ ചെല്ലുമ്പോൾ 5 മിനിറ്റിൽ നമ്മൾക്ക് 2 കൊന്ത ചൊല്ലാൻ പറ്റും. അതായത് 100 പ്രാവശ്യം പരിശുദ്ധാത്മാവിനെ വിളിക്കാം 5 മിനിറ്റിൽ. അങ്ങനെ കണക്ക് നോക്കിയാൽ 1 മണിക്കൂർ പരിശുദ്ധാത്മാവേ എന്നിൽ വന്ന് നിറയണമേ എന്ന് കണ്ടിന്യൂസ് നമ്മൾ മനസ്സിൽ ചൊല്ലിയാൽ, മറ്റുള്ള കാര്യങ്ങളിലൊന്നും ശ്രദ്ധ പോകാതെ ചൊല്ലിയാൽ 1 മണിക്കൂർ കൊണ്ട് 1000 പ്രാവശ്യം പരിശുദ്ധാത്മാവിനെ വിളിക്കാം. അങ്ങനെ നിങ്ങൾ കണക്ക് നോക്കിയാൽ മതി. എണ്ണി ചൊല്ലാനൊന്നും ആർക്കും നേരം കിട്ടില്ല. എല്ലാവരും തിരക്കുള്ളവരല്ലേ. ആദ്യത്തെ ഒരു 5 മിനിറ്റ് കൊന്തയെടുത്ത് കാര്യങ്ങൾ വേറെ ഒന്നും ചെയ്യാതെ ഈ പരിശുദ്ധാത്മാവേ എന്നിൽ വന്ന് നിറയണമേ എന്ന് പ്രാർത്ഥിച്ച് നോക്കിയാൽ അറിയാം, 5 മിനിറ്റിൽ നമുക്ക് 2 കൊന്ത ചൊല്ലാം. അങ്ങനെ കണക്ക് നോക്കിയാൽ 1 മണിക്കൂറിൽ നമുക്ക് 1000 പ്രാവശ്യം പരിശുദ്ധാത്മാവിനെ വിളിക്കാം. അങ്ങനെയെങ്കിൽ ഒരു ദിവസത്തിൽ നമുക്ക് എത്ര പ്രാവശ്യം പരിശുദ്ധാത്മാവിനെ വിളിക്കാം? അപ്പോൾ ഈ 1000 തവണ ചൊല്ലുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല കേട്ടോ. ഇന്ന് 4-ാം ദിവസം. നമ്മൾ വെള്ളിയാഴ്ച തുടങ്ങിയതുകൊണ്ട് 4-ാം ദിവസമാണ് ഇന്ന് ദൈവപിതാവിൻ്റെ രക്ഷാകര പദ്ധതിയിൽ പരിശുദ്ധാത്മാവിനുള്ള സ്ഥാനം, അതാണ് നമ്മൾ ധ്യാനിക്കേണ്ട വിഷയം. ഞാൻ ഫോളോ ചെയ്യുന്ന പുസ്തകത്തിലെ കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ. 4-ാം ദിവസം നമ്മൾ ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിൽ പരിശുദ്ധാത്മാവിനുള്ള സ്ഥാനമാണ് ധ്യാനിക്കുന്നത്. പരിശുദ്ധാത്മാവില്ലെങ്കിൽ ഒന്നുമില്ലല്ലോ. അങ്ങനെ ദൈവത്തിൻ്റെ കരുണയും നന്മയും ഒക്കെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ആകെ തുക. അതുകൊണ്ട് ദൈവത്തിൻ്റെ കൃപ നമ്മൾ ഉപേക്ഷിച്ചത് കൊണ്ടാണ് നമ്മൾ പറുദീസയിൽ നിന്ന് പുറത്താക്കപ്പെട്ടത്. പക്ഷേ ദൈവത്തിൻ്റെ ആ സ്നേഹം, മനുഷ്യനോടുള്ള സ്നേഹം അത്രമാത്രമായതുകൊണ്ട് രക്ഷകനെ, തൻ്റെ പുത്രനെ തന്നെ തന്നു. പുത്രനും ഈ മനുഷ്യർക്ക് വേണ്ടി ക്രൂശിലേറ്റി പിതാവിൽ നിന്നുള്ള ആ ഒരു ഗ്യാപ്പ്, പിതാവും മനുഷ്യരും തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പ് തീർത്ത് അവരെ യോജിപ്പിച്ച് പിതാവിലേക്ക് മനുഷ്യരെ അടുപ്പിച്ച് പറുദീസയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവർക്ക് പറുദീസയുടെ വാതിൽ തുറന്നു കൊടുത്ത് പുത്രൻ സ്വന്തം ജീവൻ പിതാവിന് കയ്യേൽപ്പിച്ച് മനുഷ്യരെ രക്ഷപ്പെടുത്തി പോവുകയാണ്. വാതിലേ തുറന്നിട്ടുള്ളൂ. ഇനി വാതിലിൽ കൂടെ പ്രവേശിക്കണമെങ്കിൽ നമ്മൾ നല്ല ജീവിതം നയിക്കണം. പറുദീസയിൽ നിന്ന് പുറത്താക്കി വാതിലടച്ചപ്പോൾ നമ്മൾ നല്ല ജീവിതം നയിച്ചാലും പറുദീസയിലേക്ക് കടക്കാൻ പറ്റില്ലായിരുന്നു. ആ വാതിൽ തുറക്കാനാണ്, പിതാവും മനുഷ്യനുമായുള്ള ബന്ധം ഒന്നിപ്പിക്കാനാണ് പുത്രൻ കുരിശിലേറ്റത്. എന്നിട്ട് ഈ പുത്രൻ കുരിശിലേറ്റി പിതാവിൻ്റെ അടുത്തേക്ക് വീണ്ടും പോയപ്പോൾ മനുഷ്യരോടുള്ള സ്നേഹം മൂലം പുത്രൻ പിതാവിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിട്ട് പോയി. ആ പരിശുദ്ധാത്മാവില്ലെങ്കിൽ നമ്മൾ ഒന്നുമല്ല. ഈ ചിന്തയോടെ നമുക്ക് നമ്മുടെ പ്രാർത്ഥനകൾ ചൊല്ലാം. ആദ്യത്തെ ദിവസത്തെ പോലെ തന്നെ മനസ്താപ പ്രാർത്ഥന ആദ്യ ദിവസത്തിൽ അതെല്ലാം നമ്മൾ വായിച്ചിട്ടുണ്ട്. എളിമയുടെ പ്രാർത്ഥന, പരിശുദ്ധാത്മാവിനോടുള്ള പ്രാർത്ഥന, വചന ശുശ്രൂഷ മാത്രമേ വ്യത്യാസമുള്ളൂ. ഇന്ന് വായിക്കുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായം 26 മുതൽ 27 വരെയും 2-ാം അധ്യായം 7 വാക്യവും വായിക്കണം. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 26 മുതൽ 38 വരെയുള്ള വചനം നമ്മൾ വായിക്കണം. വചനത്തിനൊത്ത് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തണം. നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഗാനം ആലപിക്കാം. സമാപന പ്രാർത്ഥന ആദ്യ ദിവസത്തെ പോലെ തന്നെ ചൊല്ലാം.
എന്നിട്ട് അവസാനിപ്പിക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഗാനം പാടാം. ഈ പരിശുദ്ധാരൂപി എന്താണ് നമുക്ക് വേണ്ടി ചെയ്യുന്നത്? പരിശുദ്ധ തൃത്വത്തിലെ 3-ാം ദൈവതമ്പുരാനാണ് പരിശുദ്ധാരൂപി. പരിശുദ്ധാരൂപി നമ്മളിൽ വന്ന് നിറയണം. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ആവശ്യം. പൗലോസ്ലീഹ പറയുന്നുണ്ട് 1 കൊറിന്തോസ് 3:16 നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ എന്ന്. നമ്മൾ ദൈവത്തിൻ്റെ ആലയമാണ്. 6:19 വീണ്ടും പറയുന്നുണ്ട് നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ എന്നാണ് ചോദിക്കുന്നത്. നമ്മളിത് വല്ലപ്പോഴും ഓർക്കാറുണ്ടോ? സത്യമായിട്ടും ഞാൻ പറയട്ടെ, ഞാനിത് ഓർക്കാറില്ല. നമ്മൾ സംസാരിക്കുമ്പോഴും നമ്മൾ ജോലി ചെയ്യുമ്പോഴൊന്നും എൻ്റെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണെന്ന് എനിക്ക് എപ്പോഴും ഓർമ്മ വരാറില്ല. അതാണ് നമ്മുടെ ബലഹീനതയും നമ്മുടെ കുറവും. നമ്മൾ ദൈവത്തിൻ്റെ ആലയമാണ്, ദൈവാത്മാവ് നമ്മളിൽ വസിക്കുന്നുണ്ട് എന്ന് ഓരോ നിമിഷവും ഓർക്കാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് എളിമയോടെ പ്രാർത്ഥിക്കാം ദൈവത്തോട്. പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നമ്മുടെ ശരീരം. അങ്ങനെയെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങൾ നമ്മുടെ പ്രവർത്തനങ്ങളിലും സംസാരത്തിലും നോട്ടത്തിലുമെല്ലാം ഉണ്ടാകും അല്ലേ? നമുക്കിങ്ങനെ ചിന്തിക്കാം. എപ്പോഴും ഓർക്കാൻ, എൻ്റെ ശരീരം ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. ദൈവവും മനുഷ്യനും ഒന്നിച്ച് ചേരുന്ന സ്ഥലമാണെന്ന് സ്വർഗം. ദൈവവും മനുഷ്യനും ഭൂമിയിൽ ഒന്നിച്ചാകുന്ന സ്ഥലമാണ് ദേവാലയം. ആ ദേവാലയത്തിൽ നമ്മൾ പരിശുദ്ധാത്മാവിനെ വിളിക്കും. കാരണം നമ്മുടെ ശരീരവും ദേവാലയമാണ്. അങ്ങനെയെങ്കിൽ ശരീരമാകുന്ന ദേവാലയം ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ ദൈവവും മനുഷ്യനും ഒന്നു ചേർന്നിരിക്കുന്ന ഇടം, അത് സ്വർഗം. നമുക്ക് ചിന്തിക്കാം, നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ് ട്രാജൻ ചക്രവർത്തിയാൽ അപമാനിതനായപ്പോൾ ഒരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് അദ്ദേഹം നൽകിയ മറുപടി ഇപ്രകാരമാണ്. അത് വളരെ ചിന്തിക്കുന്നതും രസകരവുമാണ്. രക്തസാക്ഷിയാകാൻ നിൽക്കുമ്പോൾ വിശുദ്ധ ഇഗ്നേഷ്യസ്, അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ് പറഞ്ഞതാണ്, ദൈവത്തെ വഹിക്കുന്ന ഇഗ്നേഷ്യസിനെ അപമാനിക്കല്ലേ എന്ന്. ദൈവത്തെ വഹിക്കുന്ന, ദൈവത്തെ ചുമന്നുകൊണ്ട് നടക്കുന്ന ഇഗ്നേഷ്യസിനെ അപമാനിക്കല്ലേ എന്ന്. അപ്പോൾ ട്രാജൻ ചോദിച്ചു, നീ ദൈവത്തെ വഹിക്കുന്ന ആളാണെന്ന് എന്തുകൊണ്ടാണ് നീ പറയുന്നത് എന്ന്. അപ്പോൾ ഇഗ്നേഷ്യസ് ഇങ്ങനെ മറുപടി പറഞ്ഞത്രേ, ഇത് സത്യമാണ്, ദൈവം എന്നിൽ ഉണ്ട്. ഒരിജൻ എന്ന ദൈവശാസ്ത്രജ്ഞൻ ശിശുവായിരുന്നപ്പോൾ ഉറങ്ങണ സമയത്ത് തൻ്റെ അപ്പൻ കിടക്കയ്ക്കരികിൽ മുട്ടുകുത്തിയിരുന്ന് നെഞ്ചിൽ ചുംബിക്കുമായിരുന്നു എന്ന്. അതായത് ഒരിജൻ ശിശുവായിരുന്നപ്പോൾ അവൻ ഉറങ്ങി കിടക്കുമ്പോൾ അവൻ്റെ അപ്പൻ ആ കുഞ്ഞിൻ്റെ നെഞ്ചിൽ മുട്ടുകുത്തിയിരുന്ന് ചുംബിക്കുമത്രേ. അത് എന്തുകൊണ്ടാണെന്നോ, അവൻ്റെ ആത്മാവിൽ പരിശുദ്ധാരൂപി ഉള്ളതുകൊണ്ടാണെന്ന്. ഈ ഒരിജിൻ വളർന്നു വലുതായപ്പോൾ മഹാപിതാക്കന്മാരിൽ ഒരാളായപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറയത്രേ പതിവായിട്ട്, നമ്മുടെ ആത്മാവുകളൊക്കെ ചെറിയ സ്വർഗങ്ങളാണ്. എന്തുകൊണ്ടെന്നാൽ ദൈവം യഥാർത്ഥത്തിൽ അവിടെയാണ് ഉള്ളത്. പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു ചിന്ത നമ്മെ വലിയ മാറ്റത്തിന് ഇടവരുത്തും. കാരണം ദൈവമുള്ളത് കോടിക്കണക്കിന് രൂപ ചെലവാക്കിയ ദേവാലയങ്ങളിലൊന്നുമല്ല. ദൈവമുള്ളത് നമ്മുടെ ഹൃദയത്തിലാണ് ഉണ്ടാകേണ്ടത്. അപ്പോൾ ആ ദൈവത്തെ വിഷമിപ്പിക്കാൻ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ എന്തുണ്ടാകും? ദൈവം നമ്മളിൽ നിന്ന്, ആത്മാവ് നമ്മളിൽ നിന്ന് ഇറങ്ങിപ്പോകും. നമുക്ക് പ്രാർത്ഥിക്കാം സഹോദരങ്ങളെ. പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞാൽ
എന്തായിരിക്കും? നമ്മൾ ദൈവത്തിൻ്റെ ആലയമായി മാറും. ഇന്ന് മെയ് 18 വിശുദ്ധ യോഹന്നാൻ, 1 യോഹന്നാൻ മാർപ്പാപ്പയെ ഓർക്കുന്ന ദിവസമാണല്ലോ, രക്തസാക്ഷി. പാവം മാർപ്പാപ്പ, അദ്ദേഹം മെത്രാനായതിനു ശേഷം അദ്ദേഹത്തിൻ്റെ അവിടെ രാജാവായ തെയോഡറിക് ആര്യൻ അനുഭാവിയായിരുന്നെന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ക്രിസ്ത്യാനികളോടും ഒന്ന് ദയാപൂർവം പെരുമാറണം എന്ന് പറയാൻ വേണ്ടിയാണ് മാർപ്പാപ്പ ഈ രാജാവിൻ്റെ അടുത്തേക്ക് പോകുന്നത്. കോൺസ്റ്റാൻറ്റിനോപ്പോളിൽ പോയിട്ട് അദ്ദേഹം പറഞ്ഞു ലത്തീനിൽ കുർബാന ചെല്ലാനും അതുപോലെ ജസ്റ്റിൻ ചക്രവർത്തിയോട് ക്രിസ്ത്യാനികളെ മർദ്ദിക്കരുത് എന്ന് മാത്രമേ മാർപ്പാപ്പ പറഞ്ഞുള്ളൂ. അനുവാദം കിട്ടി. പക്ഷെ മാർപ്പാപ്പ മടങ്ങി വന്നപ്പോൾ രാജാവിനൊരു സംശയം. മാർപ്പാപ്പ പോയിട്ട് അവിടെ പോയി ജസ്റ്റിൻ ചക്രവർത്തിയോട് തനിക്കെതിരായി എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് വിചാരിച്ചിട്ടാണ് ഈ മാർപ്പാപ്പയെ ജയിലിലടച്ചത്. ജയിലിലെ ക്രൂരമായ പെരുമാറ്റം കൊണ്ട് ഈ മാർപ്പാപ്പ മരിച്ചു. ഈ പരാതികൾ, ഈ ഒരു പീഡനങ്ങളൊന്നും ഒരിക്കലും ഒരു പരാതി പറയാതെ സഹിച്ചാണ് അദ്ദേഹം വിശുദ്ധനായത്. പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവ് നമ്മളിലുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവർ ചെയ്യുന്ന ഒരു ദ്രോഹത്തിനും പരാതി പറയില്ല. ഞാൻ വീണ്ടും പറയാണ്, എനിക്കിങ്ങനെ ആകാൻ സാധിച്ചിട്ടില്ല കേട്ടോ. പണ്ടത്തെ ജീവിതത്തിലെ ഓരോ വിഷമങ്ങളും ഓർത്ത് ഇപ്പോഴും ചിലപ്പോൾ പരാതി പറയും. അപ്പം തന്നെ ഞാൻ ഉണർന്ന് എഴുന്നേൽക്കും. ദൈവമേ, ദൈവം എന്നിലുണ്ട്, പരിശുദ്ധാത്മാവ് എൻ്റെ കൂടെയുണ്ട്, പിന്നെ എന്തിനാണ് ഞാനിങ്ങനെ പരാതി പറയുന്നത്? പക്ഷേ മനുഷ്യരുടെ ഒരു ബലഹീനതയാണത്. അനുഭവിച്ച വേദനകളും വിഷമങ്ങളും ഒന്നും മനുഷ്യന് മറക്കാൻ പറ്റില്ല. അതിന് പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്ന് നിറഞ്ഞാലേ ഇതൊക്കെ മറക്കാനും പൊറുക്കാനും സഹിക്കാനും വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയാതിരിക്കാനും ഒക്കെ നമുക്ക് പറ്റുള്ളൂ. സഹനങ്ങളൊക്കെ മൗനമായിട്ട് സഹിക്കാൻ, എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാതെ, നമ്മുടെ കുടുംബത്തിൽ നമുക്കുണ്ടാകുന്ന, കുടുംബാംഗങ്ങളിൽ നിന്നുണ്ടാകുന്ന വേദനകളൊക്കെ ചിലർ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. അതെന്തുകൊണ്ടാണെന്ന് വ്യക്തമായി ശാന്തമായി ചിന്തിച്ചാൽ മനസ്സിലാക്കും, നമ്മളിൽ പരിശുദ്ധാത്മാവില്ല. അതുകൊണ്ടാണ് നമ്മൾ അവരിൽ നിന്ന് കിട്ടുന്ന വേദനകൾ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് നിറഞ്ഞവർ ഈ സഹനങ്ങളൊക്കെ മൗനമായിട്ട് സഹിക്കും. മൗനമായിട്ട് സഹിച്ചാലേ കൃപയുണ്ടാകുള്ളൂ. അതല്ലാതെ മറ്റുള്ളവരുടെ കുറവുകളും, അതല്ലെങ്കിൽ പണ്ട് നമ്മളിങ്ങനെ വിഷമിച്ചിട്ടുണ്ടായിരുന്നു, പണ്ട് ഇവർ എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട്, പണ്ട് ഇവർ എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എല്ലാം മറക്കാനുള്ള കൃപ. മറക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും പറ്റില്ല. നമ്മൾക്ക് തലയ്ക്ക് ഭ്രാന്ത് വന്നാലേ കാര്യങ്ങളൊക്കെ മറക്കാൻ പറ്റുള്ളൂ. ഈ മറവി എന്ന് പറയുന്നത് ഇതല്ല, വിശുദ്ധമായ മറവി. എല്ലാം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്, പക്ഷേ അതിൽ വേദനിപ്പിക്കുന്ന, എൻ്റെ മനസ്സിനെ മുറിപ്പെടുത്തുന്ന എല്ലാം മറന്നു കളഞ്ഞ്, ആ സംഭവങ്ങളൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. എങ്കിലും പരിശുദ്ധാത്മാവ് എന്നിൽ വന്ന് നിറഞ്ഞാൽ ഞാനതിനെക്കുറിച്ച് പരാതി പറയില്ല. ഞാൻ എൻ്റെ ആദ്യകാലത്തെ അനുഭവങ്ങൾ ഓർത്തെടുത്ത് ദുഃഖിക്കില്ല. വലിയ കൃപയാണ് സഹോദരങ്ങളെ, വലിയ കൃപ. ആ കൃപ ലഭിക്കാൻ വേണ്ടി മഞ്ചയിൽ എത്തുന്നത് വരെ നമ്മൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഒരിക്കലും നേടിയെടുക്കാൻ പറ്റിയിട്ടില്ല ആ കൃപകളൊക്കെ. എത്ര പ്രാർത്ഥിച്ചാലും എത്ര ദർശനങ്ങൾ കണ്ടാലും ഒരു നിമിഷം ചിലപ്പോൾ പണ്ടത്തെ വേദനകളിലേക്ക് നമ്മൾ മടങ്ങിപ്പോകും. അല്ലെങ്കിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്ന വേദനകൾ നമ്മൾ ഓർത്തു പോകും. അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിലുള്ള കുറവുകൾ നമ്മളെ വേദനിപ്പിക്കും. സാമ്പത്തികമാവാം, ശാരീരികമാവാം, മാനസികമാവാം, ഇതെല്ലാം നമ്മളെ വേദനിപ്പിക്കും. അതിനൊറ്റ വഴിയുള്ളൂ, പരിശുദ്ധാത്മാവേ എന്നിൽ വന്ന് നിറയണമേ, നിറഞ്ഞ് കവിയണമേ. ഇന്ന് നമുക്ക് തുടർച്ചയായിട്ട് പരിശുദ്ധാത്മാവിനെ വിളിക്കാം, വിശ്വസിച്ച് വിളിക്കാം. പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്ന് നിറയട്ടെ. പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്ന് നിറഞ്ഞാൽ നമ്മൾ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും വിടുതൽ പ്രാപിക്കും. അതുകൊണ്ട് നമുക്ക് ഇന്ന്
പരിശുദ്ധാത്മാവേ എന്നിൽ വന്ന് നിറയണമേ എന്ന് ഏറ്റുചൊല്ലി ആത്മാവിനെ സ്വീകരിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.